ഇതേ രാവിലെ തന്നെ നമ്മളെ കറണ്ട് ചതച്ചു വിട്ടാൽ എനിക്ക് ആ തുടക്കമുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതേ വേഗം ഞാൻ ഇരുട്ടത്ത് തപ്പി അരിയൊക്കെ അടുപ്പത്തിട്ട് ചോറ് തിളപ്പിച്ച് ഊറ്റി ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ഈ മീൻ നന്നാക്കി കറി വയ്ക്കണം, വറക്കണം, ചേട്ടായിക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ അതേ കപ്പളങ്ങ തോരൻ വയ്ക്കണം. പിന്നെ അതേ ഇത് എണ്ണയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പൊടിച്ചൊഴിക്കുമായിരുന്നു. വേഗം അതൊക്കെ തീർത്ത് പിന്നെ അതേ കപ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കപ്പളങ്ങ അടുപ്പത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ഒരു തുണ്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മതി. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ആയിക്കോളും. അതങ്ങനെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് വേഗം ഉള്ളി ബാക്കിയൊക്കെ നന്നാക്കി വേഗം ഞാൻ ചതച്ചെടുത്തു. കുത്തിക്കാച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അപ്പോഴേക്കും കപ്പളങ്ങയൊക്കെ വെന്തു. അപ്പോൾ അതേ കുത്തിക്കാച്ചൻ വേഗം തന്നെ അടുപ്പിൽ വെച്ചു. അങ്ങനെ അത് കുത്തിക്കച്ചു. അപ്പോഴേക്കും അമ്മ മീൻ നന്നാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്നിട്ടാണ് നമ്മളൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് പൊടിയൊക്കെ പച്ചക്ക് ഇട്ടിട്ടാണ് വെക്കണേ. അപ്പോൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഈ കണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വേഗം വെച്ചു. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതേ മോനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. കറണ്ട് പോയതുകൊണ്ട് അവനൊന്ന് നേരത്തെ എണീറ്റു കൂട്ടാ. അപ്പോൾ അവനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി. പിന്നെ അതേ മീൻ വറക്കാൻ വേണ്ടിയിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിക്ക് ഞാൻ അതേ കാച്ചിട്ടു. അതും എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ചെയ്യണതല്ലേ. അപ്പോഴേക്കും ചോറും കറികളൊക്കെ സെറ്റായി. ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി. കറിയാക്കി, കപ്പളങ്ങയാക്കി, വെള്ളം വെച്ചു, എല്ലാം ആക്കി. അപ്പോഴേക്കും സമയം ഒരുപാടായി. ഞാൻ പിന്നെ വേഗം പോയി മിറ്റടിച്ച്, ഭയങ്കര മഴയല്ലേ, എന്നാലും ഞാൻ മഴയത്ത് ഓടിപ്പോയി ഇടിച്ചിട്ട് പൂവ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ച് നമ്മുടെ പൂക്കളം ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞി പൂക്കളം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.